പ്രാദേശികപരമായിട്ടുണ്ടായിട്ടുള്ള ഒരു CPM BJP കൂട്ടുകെട്ടാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ഇതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രദേശത്തും അത് അതിരൂക്ഷമായ രീതിയിൽ കാണുന്നത് കൊണ്ടാണ് നമുക്ക് അതിനോട് സഹകരിക്കാൻ യാതൊരു വിധത്തിലും സാധിക്കാത്തതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് മതേതരത്വ മുഖമുള്ള UDFിലേക്ക് ചേരാൻ ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് മനസ്സിലാവുന്നത് BJPയെ വളരെ എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ പ്രദേശത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ബീങ് എ സെക്യുലർ, നമ്മളൊരു സെക്യുലർ ഇതിലാണല്ലോ ഇതാണ്. അവിടെ BJPയെ അക്സെപ്റ്റൻസ് ഒരു പ്രാദേശിക തലത്തിൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് UDFിലേക്ക് വന്നത്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രമമുണ്ടായി. പക്ഷേ അംഗീകരിക്കുന്നില്ല. പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അത് അവരുടെ തീരുമാനമുള്ളൂ. അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. അതുകൊണ്ട് കാരണം നമുക്കതങ്ങനെ BJPയെ എളുപ്പത്തിൽ ജയിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതാണ് പാർട്ടി വിടാൻ സമ്മർദ്ദമൊന്നും ഉണ്ടല്ലോ. ഈ പാർട്ടിയുടെ നിലപാടുകളോടാണ് വിടാതിരിക്കാൻ. അങ്ങനെ ടിൽ നൗ അങ്ങനെ അധികം ഭയങ്കരമായ സമ്മർദ്ദമൊന്നും ഉണ്ടായില്ല. ഞാൻ എൻ്റെ കേട്ടില്ല പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ശ്രമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ നിർണയത്തോട് ഭയങ്കര വിയോജിപ്പുണ്ടായിരുന്നു. പരാതി ഞാൻ ജില്ലാ ഏരിയ കമ്മിറ്റിയിലും എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്. മറുപടി എന്ന് വെച്ചാൽ അവർ തീരുമാനം എടുത്തു, അതിലായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞു. പിന്നെ നമുക്കതിന് വി കാൺ ചേഞ്ച്, അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യും, അത്രോ. കോൺഗ്രസ് പോലെയുള്ള മഹാപ്രസ്ഥാനമല്ലേ, അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു നൗഷാദിക്കെ പോലെ ഒരു പരിണിത പ്രജ്ഞ അദ്ദേഹത്തിന് അവിടെ ഏത് സാഹചര്യത്തിൽ അവിടെ നിന്നാലും വിജയിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്. അതിനിപ്പോൾ എന്നെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ലീഡറാണ്. പിന്നെ അദ്ദേഹത്തിന് എന്താണ്, അങ്ങനെ ഒരാൾ ഈ പറയുന്ന ഒരു ആളെ കണ്ടിട്ട് മാറി എന്ന് പറയുന്നതിനോട് എനിക്കൊരു ഇതുമില്ല. ഇപ്പോൾ അദ്ദേഹം എനിക്കൊരു അവസരം തന്നു, അതായത് പാർട്ടി മൊത്തത്തിൽ എനിക്കൊരു അവസരം തന്നു, കോൺഗ്രസ് പാർട്ടി. കാരണം അവരുടെ ഐഡിയോളജി, നമ്മുടെ കോൺഗ്രസിന്റെ ഐഡിയോളജി BJPക്ക് എതിരായതുകൊണ്ട് എനിക്കൊരു അവസരം തന്നു. ഞാനതിനെ അങ്ങനെ മാത്രം കാണാനാണ് ആഗ്രഹിക്കുന്നത്. മൊത്തത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. BJPക്ക് അനുകൂലമായ ഒരു ഇത് അവിടെ ആ പ്രദേശത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പം അതിനെതിരെ നമ്മൾ ചോദ്യം ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് പേര് മാനസികമായ പിന്തുണ തന്നിട്ടുണ്ട്. ഒരുപാട് പേര് മാനസികമായ പിന്തുണ എൻ്റെ കൂടെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മാനസികമായ പിന്തുണയാണ്. അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് റിഫ്ലക്റ്റ്. SFI ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ. ഏരിയ സെക്രട്ടറി ആയിരുന്നു, കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതുകൂടാതെ തന്നെ ഭാരത് മാതയിലെ മാഗസിൻ എഡിറ്റർ ആയിരുന്നു. സെൻറ്റ് പോൾസിൽ PG ചെയ്തത് സെൻറ്റ് പോൾസിലാണ്. അവിടെയും സംഘടനാ രംഗത്ത് സജീവമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏരിയ സെക്രട്ടറി ആയത്. DYFI മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു.